ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പോർട്രോണിക്സ് ബ്രാൻഡിൻ്റെ ഒരു ഓൾ ഇൻ വൺ വയർലെസ് ചാർജർ ഗാഡ്ജറ്റ് ആണ്. പോർട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതിൻ്റെ ബെല്ല എന്ന് പറഞ്ഞൊരു സംഭവമാണ്. 15 വാട്ട് വരെ നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു വയർലെസ് ചാർജിങ് ഒരു സെറ്റ് എന്ന് വേണമെങ്കിൽ പറയട്ടെ. നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ, നമ്മുടെ എയർപോഡ് ചാർജ് ചെയ്യാൻ, നമ്മുടെ വാച്ച്, സ്മാർട്ട് വാച്ച് ചാർജ് ചെയ്യാൻ എല്ലാം കൂടിയുള്ള, പിന്നെ ഒരു ക്ലോക്ക് ഉണ്ട് ഇതുമേ. അപ്പോൾ ഓവറോൾ ഒരു എന്താ പറയുക നമ്മുടെ ഡെസ്കിന് വേണ്ടിയുള്ള ഒരു കിടിലൻ ഗാഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1999 രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോക്സാണ് ഇപ്പോൾ കാണുന്നത്. പ്രോട്ടോണിക്സിൻ്റെ ബ്രാൻഡിങ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഓൾ ഇൻ വൺ എഴുതിയിട്ടുണ്ട്, 15 വാട്ട് എഴുതിയിട്ടുണ്ട്, ബെല്ലാന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. അലാറാം ക്ലോക്ക് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 12 hour ക്ലോക്ക് ഇൻഡിക്കേറ്റർ, ഫോൺ ചാർജിങ്, ഇയർബഡ് ചാർജിങ്, വാച്ച് ചാർജിങ്, ക്യൂ എനേബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ക്യൂ സപ്പോർട്ടുള്ളത് നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ സൈഡിൽ അൾട്ടിമേറ്റ് വയർലെസ് പവർ ഹൗസ് എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടു. പിന്നെ ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബ്രാൻഡിങ് MRP ഇതിൽ 4000 രൂപയ്ക്കാണ് കേട്ടോ. പക്ഷേ 4000 രൂപയും സംഭവത്തിനില്ല. ഞാൻ പറഞ്ഞല്ലോ 1900 നമ്പർ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ബെസ്റ്റ് പ്രൈസ് ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ സീൽഡ് ബോക്സാണ്. നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. അയ്യോ, ഇത് നമുക്ക് ആപ്പിൾ വാച്ച് ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാംസങ് വാച്ച് ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. നമ്മൾ നോർമലി 1000 താഴെയുള്ളതൊക്കെ നമുക്ക് സ്മാർട്ട് ഫോൺ ചാർജർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാഡൊക്കെ ഉണ്ട് നിലത്ത് വയ്ക്കുന്ന ടൈപ്പ് 600 800 രൂപയ്ക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അതിലൊന്നും നമുക്ക് വാച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടി ചാർജ് ചെയ്യാൻ ഒരു കിറ്റ് നോക്കുക. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വെറുതെ അങ്ങനെ വയർ ഇങ്ങനെ കൂട്ടിയിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സാധനം തന്നെ കാണിച്ചത് ഇത് ടൈപ്പ് സി പോർട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ ഒരു ഊരാൻ കിട്ടുന്നില്ലല്ലോ. ഒരു സാധനം വെച്ച് നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ മേശം വയ്ക്കാനുള്ള ഉദ്ദേശത്തിലാണ്. എന്താ വെച്ചാൽ ക്ലോക്കും ഉണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്യട്ടെ കേട്ടോ. സീൽഡ് ബോക്സ് ആയിരുന്നു. പ്രോട്ടോണിക്സിൻ്റെ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ബ്രാൻഡായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, രജിസ്റ്റർ ചെയ്യൊരു വാറണ്ടി ഒരു കാർഡ് വരുന്നുണ്ട് കണ്ടോ. നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാം. ക്ലിക്ക് എ ഫോട്ടോ ഓഫ് യുവർ ഇൻവോയ്സ് ആൻഡ് റിസിപ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. സാധനം അവിടെ ഇരിക്കും. പിന്നെ നമുക്ക് എന്തൊക്കെയോ കുറേ ബുക്ക്ലെറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ഒരു വയർ അല്ല, ഇത് നമ്മുടെ വാച്ച് ചാർജ് ചെയ്യാനുള്ള കിറ്റാണ്. ഇത് നമുക്ക് നോർമൽ എന്താ പറയുക USB ആയിട്ട് വരുന്നതാണ്. അതിൽ കിറ്റ് കുത്താളതാണ് ഞാൻ കാണിച്ചത്. പിന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ അല്ലെങ്കിൽ വാറണ്ടി മാനുവൽ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് വരണം. അതന്നെ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെങ്കിൽ. പിന്നെ നമുക്കൊരു വയറും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മാറ്റി വയ്ക്കാം. ഒരു ടൈപ്പ് സി വയർ, ടൈപ്പ് A ടു ടൈപ്പ് സി. ഇത് പക്ഷേ ലോ ക്വാളിറ്റി വയറാണെന്നാണ് ഞാൻ കേട്ടത്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ കേബിൾ കുത്തിയിട്ട് കാര്യമില്ല. ഇത് പവർ കുറഞ്ഞ കേബിളാണ്. ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പവർ കപ്പാസിറ്റി കുറവ്, പക്ഷേ നല്ല ലെങ്ത്തുള്ള കേബിളാണ്. നമുക്ക് വേറെ എന്തെങ്കിലും പർപ്പസിനൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇത് ടെസ്റ്റിങ്ങിന് ചുമ്മാ അത് കാണിച്ചു തരാം. അല്ലെങ്കിൽ നമ്മുടെ സാംസങ്ങിൻ്റെ ഇത് കുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ആവശ്യമില്ല. സാംസങ്ങിൻ്റെ കേബിൾ കുത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഓരോ പാർട്സ് ആയിട്ട് എടുക്കാം. ഇതിൽ ഓരോ പാർട്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലോക്കിൻ്റെ ഭാഗമാണ് കണ്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ വാച്ച് ചാർജ് ചെയ്യുന്ന സാധനം കുത്തേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽഡ് ഒരു ബാറ്ററി ഉണ്ടായിരിക്കും. നമ്മുടെ ടൈം സെറ്റ് ചെയ്ത് കറക്റ്റാൻ വേണ്ടി നമ്മളൊരു പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഊരിക്കളയാം. അപ്പോൾ അത് 3 പാർട്സായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു പാർട്സ്, ഇതാണ് നമ്മുടെ പാഡ് വരുന്നത് കണ്ടോ. ഇത് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കുക. നമ്മുടെ ഫോൺ വയ്ക്കാനുള്ളതാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിൽ ബാക്ക് സൈഡിൽ നമുക്ക് ഇതിൻ്റെ സെറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്ക് സ്ലാൻഡിങ് മോഡ് സെറ്റ് ചെയ്യാനുള്ള 3 സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഭയങ്കര സ്ലാൻഡ് ചെയ്തിട്ടും വയ്ക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലായിട്ട് പ്രോട്ടോണിക്സിൻ്റെ ബ്രാൻഡിങ്ങും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഒന്നുമില്ല, നമ്മുടെ ഈ ക്ലോക്കിൻ്റെ ഭാഗം എടുക്കുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ താഴെ USB ബോർഡ് വരുന്നുണ്ട്. നമ്മുടെ ഇതിൽ കുത്തുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വാച്ചിൻ്റെ സാധനം എടുക്കുക. അതും ഇവിടെ കുത്തുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് നമ്മുടെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കേബിൾ കുത്തുക വേണ്ടു. ഞാനത് ഒന്ന് ഓൺ ചെയ്യട്ടെ. നമ്മുടെ സാംസങ്ങിൻ്റെ ചാർജിങ് സംഭവം ഞാൻ കുത്താം. കേബിള് ഞാനൊന്ന് കുത്തിയിട്ട് ഇവിടെ വെച്ച് കാണിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല. ഇതാ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലേക്ക് ഞാൻ നമ്മുടെ സാംസങ്ങിൻ്റെ ചാർജറിൻ്റെ കേബിൾ കുത്തി. അപ്പോൾ എന്നിട്ട് ഇത് ഒന്നെങ്കിൽ നമുക്ക് ഇതിങ്ങനെ മടക്കി വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് മടക്കി വെക്കാം അങ്ങനെ. അല്ലെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എൻ്റെ ആദ്യം തന്നെ നമ്മുടെ
എന്താ എൻ്റെ എയർപോഡാണത്. അപ്പോൾ ഞാൻ എയർപോഡ് ഇങ്ങനത്തെ ഒരു കേസിനുള്ള വെച്ചിരിക്കുന്നത്. അപ്പോൾ എയർപോഡ് ഞാൻ ഇത് വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള എയർപോഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. എന്താ ചാർജ് കണ്ടോ, ചെറിയ ലൈറ്റ് തന്നുണ്ടോ, റെഡ് ലൈറ്റ് തന്നുണ്ടോ. അപ്പോൾ ചാർജിങ് കയറുന്നുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്ക് നമ്മുടെ ആപ്പിൾ വാച്ച് വെച്ച് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഫോൺ വെച്ച് നോക്കണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം ആപ്പിൾ നമ്മുടെ ഐഫോൺ വെച്ച് കാണിച്ചു തരാം. ഇതാ ചാർജ് കയറുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സാംസങ്ങും ഞാൻ വെച്ച് കാണിച്ചു തരാം. സോറി, സാംസങ് എവിടെ? ഇത് നമ്മുടെ S21 FE ആണ്. ഇതും നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ളതാണ്. വയ്ക്കുമ്പോൾ തന്നെ ചാർജ് ആവുന്നുണ്ട്. ഫാസ്റ്റ് വയർലെസ് ചാർജിങ് എന്ന് കാണിക്കുന്നുണ്ടോ. ഇതെൻ്റെ S23 ആണ്. ഇതും വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതാ ഫാസ്റ്റ് വയർലെസ് ചാർജിങ് 29 മിനിറ്റ് ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊന്നും ചെയ്യില്ല കേട്ടോ. എന്താ വെച്ചാൽ വയർലെസ് ചാർജിങ് ശരിക്കും പൊട്ടയാണ്, ചൂടാവും ഡിവൈസ്. അപ്പോൾ AC റൂമിലേക്കാണെങ്കിൽ കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമ്മൾ ചൂടാകുമ്പോൾ ബാറ്ററി കപ്പാസിറ്റിക്ക് എഫക്റ്റ് ചെയ്യും ബാറ്ററി. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം കേട്ടോ, അങ്ങനെയുള്ളൂ. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ആപ്പിൾ വാച്ച് നോക്കണ്ടേ. അപ്പോൾ ഞാൻ നമ്മുടെ ആപ്പിൾ വാച്ച് ഒന്ന് എടുക്കട്ടെ. ആപ്പിൾ വാച്ച് അല്ലാണ്ട് എൻ്റെ സാംസങ് വാച്ച് ഇപ്പം എൻ്റെ കയ്യിലില്ല. അത് വൈഫ് കൊണ്ടുപോയിക്കാണ്. അപ്പോൾ അല്ലെങ്കിൽ സാംസങ് വാച്ച് എടുത്ത് കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെച്ച് നോക്കാം. അവിടെ ഓണായില്ല. അതാ ഓണായി കണ്ടോ, ചാർജിങ് വന്നു കണ്ടോ. അപ്പോൾ ആപ്പിൾ വാച്ചിന് സപ്പോർട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. നമുക്ക് എല്ലാം കൂടിയിട്ട് ആകെ ഒരു കേബിൾ മതിയല്ലോ. അല്ലെങ്കിൽ നമുക്ക് എത്ര കേബിളാണ്, ഞാൻ ഇപ്പം എൻ്റെ ആ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് കേബിളാണ്. ഞാൻ കാണിച്ചിരുന്നില്ല, കലമ്പാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിവൈസ് കൊണ്ട് എല്ലാം ചാർജ് ചെയ്യാം. വയർലെസ് ചാർജിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അത്ര അങ്ങോട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണമെങ്കിൽ ആ കേബിൾ എടുത്ത് വേണമെങ്കിൽ ഇതിലേക്ക് കുത്താം. എന്ന് വെച്ചാൽ എപ്പോഴും വയർലെസ് ചാർജിങ് എന്ത് നല്ലതല്ല കേട്ടോ, അത് വേറെ കാര്യം. ആപ്പിൾ നിങ്ങൾക്ക് അറിയാം, ഫോൺ ഇത് ഓഫ് ആണെങ്കിൽ നമുക്ക് ചാർജിങ് ഊത്തി കഴിഞ്ഞാൽ സാധനം ഓണാവും വാച്ച്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് വാച്ച് ആപ്പിൾ വാച്ചിന്. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആപ്പിൾ വാച്ച് ഓണായത് അതുകൊണ്ടാണ് കേട്ടോ, ചാർജിങ് വെച്ചപ്പോഴാണ് അത് ഓണായത്. അപ്പോൾ സാധനം സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനതിൽ ടൈമൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ 4 സ്വിച്ചുകൾ വരുന്നുണ്ട് കണ്ടോ. ടൈം സെറ്റ് ചെയ്യാനുള്ളത്, അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ കിടലൻ സാധനം തന്നെ വേണമെങ്കിൽ പറയാം. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, മോശമൊന്നുമില്ല. 2000 രൂപയ്ക്ക് മേലും മോശമൊന്നുമില്ല വലിയ. ഇതിന് ആക്ച്വലി ഒരു ഗ്രേ കളർ കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്കൊരു ഡെസ്ക്ടോപ്പിന് പറ്റിയൊരു ക്ലോക്ക് പ്ലസ് വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉള്ള ഒരു സംഭവം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാം കേട്ടോ. പൊട്ടോണീസിൻ്റെ ഈ സാധനം ബെല്ല എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.